ഹലോ മുത്തുമണീസ്, നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഫുഡ് തേടി തന്നെയാണ്. ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കള്ള് ഷാപ്പിലെ ഫുഡാണ് തിരഞ്ഞു പോകട്ടെ. കള്ള് ഷാപ്പിലത്തെ ഫുഡിനൊരു സ്ഥലമുണ്ട് ഇവിടെ അടുത്ത്. എവിടെ സ്ഥലം എന്നുള്ളത് അവിടെ എത്തിയിട്ട് ഞാൻ പറയാം. എന്തായാലും നമ്മളിന്ന് ഷാപ്പിലെ ഫുഡാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോണത്. കുടിക്കാനല്ല കേട്ടോ, കഴിക്കാനാണ്. അപ്പം നമുക്ക് ഷാപ്പിലേക്ക് പോയി അവിടെ കാണാം. ഈ പോണ വഴിക്ക് നമുക്ക് ചെറിയൊരു ഫാം ഉണ്ട് ഇവിടെ, ഈ ചെറുകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത് പോണ വഴിയാണ് ആ കാണുന്നത്. അതിന് പോയിട്ട് വെച്ചിട്ട് അത് പിന്നീട് നമ്മൾ വ്ളോഗിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കാണിച്ചു തരും. അത് മണിച്ച് നമ്മൾ ഷാപ്പിലെ ഫുഡ് തേടിയിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് കോട്ടായി റോട്ടിൽ. കോട്ടായിന്ന് കൊയൽമണ്ണ റോട്ടിലാണ് ഇവിടെ ഉള്ളത്. പേര് ഓർക്കണില്ല ഞാൻ. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ഫുഡുകളൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് നമുക്ക് കഴിക്കാം. അപ്പം അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊന്ന് അവർ ചൂടാക്കി പ്രിപ്പറേഷൻ കഴിഞ്ഞതാണ്, ഒന്നും കൂടി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാണുമ്പോൾ നല്ല സൂപ്പർ വൈബാണ്. കഴിച്ചു നോക്കാം. ആകർഷകമായി വന്നപ്പോൾ ഒരു കുടിയനോടെ കണ്ടു. ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ ഫണ്ണിയാക്കി ഇട്ടാൽ മതി. ഞങ്ങളുടെ നാട്ടിലത്തെ ഒരു കുടിയനെ കണ്ടു. അങ്ങനെ ഞങ്ങളൊരു മച്ചാനൊരു കുടിയേറുന്ന പറഞ്ഞാൽ മതി. ചപ്പാത്തി എന്താ കപ്പിൽ മീനെ വെച്ചല്ലോ. പൊറോട്ടല്ലോ ഇല്ല, രാവിലെ ഒരു 10 മുതൽ 2 മണിയൊക്കെ ഉണ്ടാവും. ഈ 40 കോടി പ്ലേറ്റ് 10 പ്ലേറ്റ് ആണോ? ആ, കഴിക്കാനുള്ള പ്ലേറ്റ് ആണോ? കഴിക്കാനുള്ള പ്ലേറ്റ് ഉണ്ടോ? ചെറിയ പ്ലേറ്റ് ഉണ്ടോ? അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഉള്ളതിന്ന് എന്തോ ശബരിമലൊക്കെ സീസൺ ആയതുകൊണ്ട് ഇവിടെ കച്ചവടം കുറവായിട്ട് ഫുഡൊക്കെ കുറച്ചേ ഉള്ളൂ. ഇന്ന് നമ്മൾ കപ്പ, അതുപോലെ കല്ലുമ്മക്കായി, ചെമ്മീൻ റോസ്റ്റ്, മീൻകറി, ചപ്പാത്തി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കഴിച്ച് നോക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് ആയി. സൂപ്പർ ഫുഡാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷാപ്പിലൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത്. രക്ഷയില്ല, നല്ല എരിവ്, സൂപ്പർ ഫുഡ്. എന്തായാലും ഞങ്ങൾ കഴിച്ച് വിട്ടിട്ട് വരാം. ഒരു കപ്പ, ഒരു ചെമ്മീൻ, ഒരു കക്ക, 3 ചപ്പാത്തി. നിങ്ങളിത് എപ്പോഴാണ് തുറക്കലും? രാവിലെ 8 to 8, വൈകുന്നേരം 8 വരെ ഉണ്ടാവും. പക്ഷെ ഫുഡിൻ്റെ കാര്യം ഉറപ്പ് പറയാൻ പറ്റില്ല. ചില ദിവസങ്ങളിൽ ഫുഡ് ദിവസം ഏതാണ്? സൺഡേ ഉണ്ടാവും, എല്ലാ ഐറ്റംസും ഉണ്ടാവും. പിന്നെ കാര്യം നമുക്ക് ഒഴിവ് എന്താ പറയുക, ചില ദിവസം നമുക്ക് അറിയാമല്ലോ, ഇന്ന് വേറെ ബിവറേജ് ഇല്ല, അല്ലെങ്കിൽ 1-ാം തീയതി അങ്ങനെയൊക്കെ ആ ദിവസങ്ങളിൽ എല്ലാ ഫുഡും. ഇപ്പോൾ ഈ ശബരിമല സീസണൊക്കെ ആയതുകൊണ്ട് കുറേ ആൾക്കാർ മാറിയിട്ട് എല്ലാവരും വ്രതത്തിലാണ്. നോൺ വെജ് മിക്കവാറും പോകുന്നില്ല. നമ്മൾ ആവശ്യത്തിന് മാത്രം കൊണ്ടുവരും, നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും. അത് നമ്മളിപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്ത സാധനം മൊത്തം വരും. അന്ന് ബാലൻസ് വന്നെങ്കിൽ നമ്മുടെ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം
സി എടുത്തേക്കത് അല്ല, അത് നമുക്കൊരു ഓഫീസുണ്ട്, നമുക്ക് 36 സ്റ്റാഫുണ്ട്. നമ്മൾ ഒറ്റ കിച്ചണായിരിക്കും. വലിയ വലിയ കിച്ചണാണ്. അപ്പോൾ അവിടെ നമ്മൾ ഓർഡർ കൊടുക്കാൻ നമ്മൾ സാധനങ്ങൾ നമ്മൾ ചിത്രപുരി ബാറില്ല, ചിത്രപുരി ബാറില്ല എടുത്ത് വരുന്നത് ഓഫീസ് പഴയൂരാണ്. ഫുഡൊക്കെ അടിപൊളിയാണ്. നമുക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്ര എരിവുള്ള ഭക്ഷണം. ഇത് നമ്മൾ ഷാപ്പിലെല്ലാം സ്പൈസി ആയിരിക്കും. അതറിയാം. സ്പൈസി അല്ലാത്ത ഒരു ഫുഡും ഉണ്ടാവില്ല ഇവിടെ. ഒരു കഴിച്ച് വരുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒരു ദിവസം വരണ്ടല്ലോ. ഇതിപ്പോൾ ആഹാരം നിങ്ങൾ 2 ഐറ്റംസ് മാത്രമല്ല, എല്ലാം താറാവ് ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ സാധാരണ വരുന്നത് പന്നി, നമുക്ക് പറ്റാത്തത് പന്നിയുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ കഴിക്കും. ആവശ്യമില്ല. ഞണ്ട്, മുയൽ എല്ലാം ഉണ്ടാവും. സൺഡേ വന്നാൽ മതി, അല്ലെങ്കിൽ ബീവറേജ് ഓഫുള്ള ദിവസം. അങ്ങനെ നിങ്ങൾ നമ്പർ വേണമെങ്കിൽ നോട്ട് ചെയ്ത് നോക്കും. നിങ്ങൾ വിളിച്ചാൽ മതി. വരുന്നതിൻ്റെ നാളെ വരുന്നതിൻ്റെ വേറെ എന്ത് പറഞ്ഞാൽ ഞാൻ നിങ്ങളൊരു ടീം വരുന്നുണ്ട് പറഞ്ഞാൽ എനിക്ക് അതിനനുസരിച്ച് ഓർഡർ കൊടുക്കണം. നമ്മളിപ്പോൾ ഒരു 10 ആൾ വരുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളത് നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, താങ്ക് യു. അപ്പം അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല ഭക്ഷണമായിരുന്നു. നല്ല എരിവുണ്ട് എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ, ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. ഇന്ന് സാധനങ്ങളോ കുറവാണ്. സൺഡേ, അതായത് ബീവറേജ് ഓഫുള്ള ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കുണ്ട്. അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ടാവും, 10-12 ഐറ്റംസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു ദിവസം നീ വരണം അത് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇത് പറഞ്ഞല്ലോ, കോട്ടായി, എനിക്ക് കോട്ടായിൽ നിന്ന് കോയൽമന്നം പോകുന്ന റോട്ടിലാണ്. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കും. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനാണ് വന്നിട്ടോ, അല്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ. പിന്നെ ഒരു കാര്യം, ഈ ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഓക്കെ? മറക്കണ്ട. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ കാണാൻ പിന്നെയും കാണാം. ബൈ. മൂഞ്ചി, അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇറങ്ങിയത്. എന്ത് ഫാം ഇങ്ങനെ തന്നെയാണോ? ഇവിടെ തന്നെയാണോ ഫാം? ഇങ്ങനെ കയറ്റിയാൽ മതി.